Nived Sailesh. I am studying in 7th standard at GVHSS Balashiri. I am from Nurmallur and I am a student of Osela. Today I am talking about how to make a positive question using present continuous tense. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാന്നാണ്. ആദ്യം നമുക്കൊരു പോസിറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ ഒരു പോസിറ്റീവ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഒരു സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ആദ്യം നമുക്ക് സബ്ജക്റ്റ് വേണം. ഞാൻ സബ്ജക്റ്റ് ഹി സബ്ജക്റ്റ് ഹി കഴിഞ്ഞിട്ട് എന്ത് വേണം? നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് ഒരു ഓക്സിലറി വേണം. ഹീന്റെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. സിംഗുലർ ഈസ് ആയിരിക്കും വരിക. സിംഗുലറിൽ ഹീന്റെ കൂടെ എപ്പോഴും ഈസ് ആയിരിക്കും വരിക. ഹി ഈസ് എന്താ വരിക? ഈസ് വെർബിന്റെ ഫസ്റ്റ് ഫോം പ്ലേ കൊടുക്കാം. പ്ലേ. ഹി ഈസ് പ്ലേ. ഹി ഈസ് പ്ലേ കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി വരൂലേ? പ്ലസ് V1 പ്ലസ് ING. അപ്പോ പ്ലേയിങ് എന്നാവും. ഇപ്പൊ എന്താ? ഹി ഈസ് പ്ലേയിങ്. ഇത് നമ്മൾ എന്താണ്? ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. സെന്റൻസിന് അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് വേണം കേട്ടോ. ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാൻ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ആക്കാനായിട്ട് ആദ്യം നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ആക്കാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിലറി ആണ് ഇതിന്റെ അകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സിലറിയെ നമുക്ക് എന്താക്കാം? ഇവിടെയല്ലേ ഓക്സിലറി ഉള്ളത്? ഈ ഓക്സിലറിനെ നമ്മൾ ഹീന്റെ മുന്നോട്ട് വെക്കും. മീൻസ് ഹീന്റെ മുമ്പിൽ ഈസ് വരും. ഹീന്റെ മുന്നിൽ ഓക്സിലറി ആയിട്ടുള്ള ഈസ് വരും. അപ്പോൾ ഈസ് മുന്നിൽ വന്നാൽ എങ്ങനെയായിരിക്കും എഴുതുക? നമ്മള് താഴെ എഴുതി നോക്കാം. ഈസ് ഫസ്റ്റ് വന്നു. പിന്നെ ഹി വന്നു. പിന്നെ നമ്മുടെ വെർബ് V1 ഫോം പ്ലസ് ING പ്ലേയിങ്. ഈസ് ഹി പ്ലേയിങ്. ഇനി വേണമെങ്കിൽ നമ്മൾക്ക് ഇതിന്റെ കൂടെ ഒബ്ജക്റ്റ് കൂടി ആഡ് ചെയ്യാം. ഒബ്ജക്റ്റ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒബ്ജക്റ്റ്. വേണമെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഫുട്ബോൾ കൊടുക്കാം. എനിക്ക് ഫുട്ബോൾ എഴുതാൻ സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഫുട്ബോളിന് ഈ ഒബ്ജക്റ്റ് ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫോർമുല എങ്ങനെയാണ് നോക്കാം. ഇതിനൊരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല കണ്ടാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു എക്സാമ്പിൾ മോഡൽ ചെയ്ത് ആദ്യം എക്സാമ്പിൾ നമ്മൾ ക്വസ്റ്റ്യൻ ആണല്ലോ ഉണ്ടാക്കുന്നത്, സെന്റൻസ് അല്ലല്ലോ. അപ്പോ ആദ്യം എന്ത് വരണം? നമ്മൾ പറഞ്ഞു ആദ്യം നമ്മുടെ ഓക്സിലറി വരണം. ഷീന്റെ ഓക്സിലറി ഏതാ? ഈസ്. അപ്പോ ഈസ് ആദ്യം വരണം. ഷീന്റെ സിംഗുലറിന്റെ ഓക്സിലറി ഈസ് ആണ്. അപ്പോ ഈസ് ഷീ നമുക്ക് തൽക്കാലം ഡാൻസിങ് കൊടുക്കാം. ഈസ് ഷീ ഡാൻസിങ്. ഇനി ഈസ് ഷീ ഡാൻസിങ്ങിന്റെ ഫോർമുല നോക്കാം. ഇതിന്റെ അകത്ത് ഞാൻ ഒബ്ജക്റ്റ് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഒബ്ജക്റ്റ് കൊടുക്കാം. ആദ്യം നമുക്ക് ഏതാ വരുന്നത്? ആദ്യം ഈസ് ആം ആർ എന്ന് പറയുന്നത് എന്താ? ഓക്സിലറി. അപ്പൊ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് AUX എന്ന് കൊടുക്കാം. ഓക്സിലറിയുടെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് AUX അല്ലെങ്കിൽ ഇവിടെ ചെറുതാക്കി എഴുതാം. ഈസ് ആം ആർ. ഓക്കെ. ഈ ഈസ് ആം ആർ ആണ് നമ്മുടെ ഓക്സിലറി. ഓക്കെ. അപ്പൊ ഇത് മനസ്സിലാൻ വേണ്ടിട്ട് എഴുതി വെച്ചാണ്. ഇത് നമുക്ക് റബ്ബ് ചെയ്യാം. സോറി, മാർക്കർ തെറിച്ചുപോയി. ഓക്കെ. ഈ ഓക്സിലറി പ്ലസ്
നമ്മുടെ സബ്ജക്റ്റിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് സബ് എന്ന് എഴുതാം. സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ing. വേണമെങ്കിൽ ഒരു പ്ലസും കൂടി ഇട്ട് നമുക്ക് ഒബ്ജക്റ്റ് എടുക്കാം. ഒബ്ജക്റ്റിന്റെ ഷോർട്ട് ഫോം OBJ. നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റും കൂടി നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം. ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ഷീ ഡാൻസിങ് ഇൻ ദ സ്റ്റേജ് ഓൺ ദ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമുല കണ്ടു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ ഈസിയാണ്. നമ്മൾ മുകളിൽ എഴുതിയ ഈ എക്സാമ്പിളിന്റെ ഫോർമുലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് സിംഗുലറിലും പ്ലൂരലിലും ഒന്ന് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ സിംഗുലറിൽ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം. സിംഗുലർ എന്ന് പറയുന്ന ഒറ്റ അല്ലെങ്കിൽ വൺ തിങ്ങിനെയാണ്, പേഴ്സൺ ഒക്കെയാണ് എന്ത് പറയുന്നത് സിംഗുലർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിംഗുലറിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹി ഈസ് പ്ലേയിങ് ചെസ്. ഇതിന്റെ അകത്ത് സബ്ജക്റ്റ് വരുന്നുണ്ട്, ഓക്സിലറി വരുന്നുണ്ട്. ഹി ഈസ് പ്ലേയിങ് ചെസ് എന്നല്ലേ പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിപ്പോ ഞാൻ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത്, അപ്പൊ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈസ് ഹി പ്ലേയിങ് ചെസ്, അവൻ ചെസ് കളിക്കുകയാണോ? ഈസ് ഹി പ്ലേയിങ് ചെസ്, അവൻ ചെസ് കളിക്കുകയാണോ? അപ്പോൾ ഇതിന്റെ അകത്ത് സബ്ജക്റ്റ് വരുന്നുണ്ട്, ഓക്സിലറി വരുന്നുണ്ട്, അതേപോലെ തന്നെ വെർബ് വരുന്നുണ്ട്, ing വരുന്നുണ്ട്, ഒബ്ജക്റ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് ഒബ്ജക്റ്റ് ചെസ് ആണ്. ഇനി പ്ലൂരൽ ഒന്ന് നോക്കാം. ആർ ദേ റണ്ണിങ് ഫാസ്റ്റ്? അവർ നല്ല വേഗത്തിലാണോ ഓടുന്നത്? അല്ലെങ്കിൽ അവർ നല്ല വേഗത്തിലാണോ ഓടുന്നത്? യെസ്, അങ്ങനെയാണ് ഇതിന്റെ മീനിങ് വരിക. ആർ ദേ റണ്ണിങ് ഫാസ്റ്റ്? അവർ വേഗത്തിലാണോ ഓടുന്നത്? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോസിറ്റീവ് സെന്റൻസിനെ പോസിറ്റീവ് ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു, Osela.